തങ്കലാൻ നമ്മുടെ വിക്രം നായകനായി കുറെ വർഷങ്ങൾക്ക് ശേഷം കുറെ ഇതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കുറെ ഹാർഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു ശരീരത്തിന് മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, മുടി വളർത്തുന്നത്, കാര്യങ്ങളെല്ലാത്തിലും നല്ല രീതിയിൽ പുള്ളിക്കാരൻ മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പടത്തിന് വേണ്ടി. പടം വെയിറ്റിംഗ് ആയിരുന്നു. അതിലിപ്പോൾ ട്രെയിലർ ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പടം എപ്പോഴാണ് ഡേറ്റ് ഒന്നും അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. എന്തായാലും വൈകാതെ ഉണ്ടാവും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കുറെ നടന്മാര് ഇങ്ങനെയുള്ള ഒരു പടത്തിന് വേണ്ടിയിട്ട് ഫുൾ എഫേർട്ട് ഇട്ട് നിൽക്കട്ടെ. കാരണം സൂര്യയുടെ ഒരു പടം, പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, പിന്നെ നമ്മുടെ വിക്രം, പിന്നെ മലയാളത്തിൽ കത്തനാര്, എല്ലാ സിനിമകളിലും ഒഴിവാക്കി വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ പടങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിൽ എഫേർട്ട് ഇടുന്ന നടന്മാരെ നമുക്കറിയാം. അതിലൊരാളാണ് ഇപ്പോൾ വിക്രം എന്ന് പറഞ്ഞ ആള് അറിയാലോ, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ എഫേർട്ടായിരിക്കും ഇടുക. നമുക്ക് അതിലേക്ക് അതിലൊക്കെ നമുക്ക് വ്യക്തമാണ്, അന്യനിൽ വ്യക്തമാണ്, എല്ലാം നമുക്ക് പുള്ളിക്കാരുടെ ആ ഒരു എഫേർട്ടിനെസ് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് തന്നെയാണ് നമ്മുടെ തങ്കലാൻ എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഒരു പഴയകാല ചരിത്രത്തിനെ കുറിച്ച് പറയുന്ന ഒരു പടമാണ്. ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പടം. അതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ചെറിയ ചെറിയ സ്റ്റില്ലും കാര്യങ്ങളൊക്കെയാണ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു ട്രെയിലർ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ട്രെയിലർ നമുക്ക് കണ്ടുപോകാം. സ്റ്റുഡിയോ ഗ്രീൻ ആണ് സംഭവം. എന്താ അത്? ജനരാഴ്ച സംഭവം എന്താ അത്? ലുക്ക് ஷியான் விக்ரம் എന്താ അത്? ഒരു ഫ്രീഡം ഫൈറ്റ് ആ ഒരു സമയത്തുള്ള ഇത് തന്നെയാണ് തോന്നുന്നുണ്ട്. ഒരു ഗ്രാമപ്രദേശം. എനിക്ക് ഈ ഒരു സീനൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ ഒരു പടം ഉണ്ടല്ലോ, ക്യാപ്റ്റൻ മില്ലറിലെ ആ ഒരു പഴയ കാലത്തിന്റെ കുറിച്ച് കാണിക്കുന്ന ഒരു സീനുണ്ട്, എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, വിക്രം എന്ന് പറഞ്ഞൊരാള് ഒരു സാധനത്തിന് വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടും. കാരണം പി എ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു സംവിധായകനാണ് ഇത്. പിന്നെ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. നമുക്കറിയാം എന്താ ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുള്ള സെറ്റപ്പ്. അങ്ങനെ പണ്ടത്തെ കാലത്ത് നടക്കുന്നതാണ്. പിന്നെ അവർക്കെതിരെയുള്ള ചൂഷണം കാര്യങ്ങളെല്ലാം ആയിരിക്കും ചിലപ്പോൾ കഥാതന്തു. പക്ഷെ കുറെ ഫിക്ഷനും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് കാണാനൊരു ഇൻട്രസ്റ്റിംഗ് ആണ്, എന്താണ് ഏതാണെന്നുള്ളത്. മൈനിങ്, പണ്ടത്തെ മൈനിങ്. ജി വി പ്രകാശ് കുമാർ. ഓഹോ, പാമ്പുണ്ടോ? പാർവതിയോ? പാർവതി നമ്മുടെ പാർവതി തിരുവോത്തല്ലേ അത്? പുള്ളിക്കാരി ഇങ്ങനെയുള്ള കുറച്ച് വേഷങ്ങൾ തമിഴിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു വേഷമാണ്. കാരണം അതാണ് ആ ഒരു രീതിയിലേക്ക് വരുന്നത്. കാരണം ഇതിനു മുമ്പ് നമ്മുടെ ആരായിരുന്നു സൂര്യ റിപ്പോർട്ടറിൽ അതില് നിലവിൽ നമ്മുടെ ഉർവശിയൊക്കെ നിലവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വേഷം. അതിന്റെ അമ്മയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സൂര്യയുടെ അമ്മയായിട്ട്. ഇപ്പൊ അതിൽ പാർവതി തിരുവോത്ത് നിലവിലുണ്ട്. ഇപ്പൊ മലയാളികളെല്ലാം ഇപ്പൊ ഏകദേശം മലയാളത്തിൽ ഈ പറഞ്ഞ മുന്നിൽ നിന്ന നടിമാരിന്റെ ഒക്കെ ഒരു ചാൻസ് പറഞ്ഞപ്പോൾ എല്ലാവരും തമിഴിലോട്ട് ചേക്കേറിയതാണോ അല്ലെങ്കിൽ അവസരങ്ങൾ മൊത്തം അവിടെയാണോ എന്ന് അറിയില്ല. അങ്ങനെ പോയതായിരിക്കാം. എന്തായാലും സംഗതി ഒരു നാടൻ വേഷമാണ്. ഓഹോ, എന്തോന്നറിയോ? പി എ രഞ്ജിത്ത്. ഓഹോ, തങ്കലാൻ. റിലീസിംഗ് ഡേറ്റ് ഒന്നുമില്ല കേട്ടോ.
ജി.വി. പ്രകാശ് കുമാറിന്റെ മ്യൂസിക് അറിയാം. ജി.വി. പ്രകാശ് കുമാർ പിന്നെ ഇട്ടെറിയും. പിന്നെ പടത്തിന്റെ ഒരു മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവലായിരിക്കും. എന്തായാലും ഈ പടത്തിന് വേണ്ടിയിട്ട് എല്ലാം നാടൻ കഥയാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നൈസായിട്ട് എടുത്ത അടിപൊളി, നമ്മൾ അസുരനെ പോലെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിട്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും കൊള്ളാം. അതിന്റെ മേക്ക് ഓവർ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു ആർട്ട് ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. മേക്കപ്പ് ആയിക്കോട്ടെ, അതിന്റെ ഒരു കോസ്റ്റ്യൂം എല്ലാം നന്നായിട്ട്. കാരണം നാടൻ പ്രദേശം പണ്ട് നടക്കുന്ന ഒരു മൈനിങ് ആണ് തോന്നുന്നുണ്ട്. ആ മൈനിങ്ങിൽ ജോലിയെടുക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സംബന്ധിച്ചൊക്കെയാണ് നമുക്ക് ട്രെയിലറിൽ കാണുന്നത്. ഇനി നമുക്ക് വിഷ്വലായിട്ട് നമുക്ക് അത് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതെല്ലാം പടം വന്നതിന് ശേഷം നമുക്ക് കാണാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് തങ്കലാൻ ടീം. എപ്പോഴാണ് റിലീസിന് അറിയില്ല. എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് അതിന്റെ അപ്ഡേറ്റ് അറിയാം. എന്തായാലും ട്രെയിലർ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്.